തമ്പി ഒന്ന് ഹോൾഡി. ഗൗതം, ഒരു ഫിനാൻസിയേഴ്സിലാ ജോലി. ക്യാഷ് കളക്ഷൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ റെഡി. ഹലോ, അതെ തമ്പി. ആളുടെ പേര് ഗൗതം എന്നാ. ഞാൻ പുള്ളിയിപ്പോ അങ്ങോട്ട് അയക്കാം. ശരി, ഞാനിപ്പോ ഓഫീസിലുണ്ട്. അഡ്രസ് സാറിനെ കാണുമല്ലോ, വരാൻ പറഞ്ഞേക്ക്. ഓക്കെ. ഗൗതമിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാ ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്തായാലും ഇതൊരു തുടക്കമാണെന്ന് കരുതിയാൽ മതി. എത്രയും വേഗം ബിസിനസ് തുടങ്ങാനുള്ള പരിപാടി നോക്ക്. ഓക്കെ? ഓക്കെ സർ, താങ്ക് യു സർ, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ പൊന്ന് ജോർജ്, രൂപ 50,000 എണ്ണി കവറിലിട്ട് ദേ ഇവിടെ വെച്ചിരിക്കുക. കൊണ്ടുതരാൻ ഒരാൾ വേണ്ടേ? അല്ലെങ്കിൽ ജോർജ് ഇങ്ങോട്ട് വാ, കൈയോടെ കാശ് വാങ്ങി പോവാലോ. എക്സ്ക്യൂസ് മീ സർ. അതെ, എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, ഒരു അരമണിക്കൂർ സമയം കൂടി എനിക്കിതാ, ഞാൻ അവിടെ എത്തിച്ചേക്കാം. ഓ ശരി ശരി, പിന്നെ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. മതി മതി, ശരി എന്നാ. സർ, ഞാൻ DCP മഹേഷ് സാർ പറഞ്ഞിട്ട് വന്നതാ. ഓ മനസ്സിലായി. എന്താ പേര് പറഞ്ഞത്? ഗൗതം. അത് തന്നെ, ഇപ്പൊ ഓർമ്മ വന്നു. ഇതിനു മുൻപേ ഏതെങ്കിലും പണമിടപാട് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പരിചയം വല്ലതും ഉണ്ടോ? ഇല്ല സർ. വേണ്ട, അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ എന്തിനാ പരിചയം? തന്റെ ഇടം ഉണ്ടെങ്കിൽ അത് മാത്രം മതിയെന്നേ. സർ, ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്, സ്കൂൾ ലെവലിൽ തൊട്ടുള്ള എല്ലാം ഉണ്ട്. എന്തിന്? കാശ് തരാനുള്ളവന്റെ കുത്തിന് പിടിച്ചു നിർത്തി പണം വാങ്ങിച്ച് ഉത്തരവാദിത്വത്തോടെ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നതിന് ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലേ, അതാണ് ഞാൻ കൊടുക്കുന്ന യോഗ്യത. കൃത്യമായി പോയി പിരിവെടുക്കണം, അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയി അടയ്ക്കുകയും വേണം. സമയത്ത് പണം തരാത്തവനെ ഇനി വിരട്ടിയായാലും സത്യാഗ്രഹം ഇരുന്നായാലും പണം ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കണം. എന്താ പറ്റുമോ? പറ്റും സർ.